ഹലോ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരമല്ല, രാത്രി ആയിരിക്കണം കേട്ടോ. രാത്രി ദാനി എനിക്ക് കരിമീൻ വേണമെന്ന് പറഞ്ഞപ്പം ഉപ്പച്ചി കരിമീൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കരിമീൻ കിട്ടാൻ കുറേ പെടാപ്പെട്ട് വിട്ടേ. അവന് വന്നപ്പോൾ തുടങ്ങി, അവൻ 8 ദിവസത്തിനാണ് ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയതാണ് കരിമീൻ വേണമെന്ന് പറയിച്ചിട്ടാ. അപ്പോൾ നമുക്ക് കിട്ടിയതാണെങ്കിലോ പോകുന്ന തലേ ദിവസം. അപ്പം നമുക്ക് രാത്രി ഉണ്ടോ കിട്ടിയത്, ഒരു 7-8 മണിയാകുമ്പോഴാണ്. ഉപ്പാക്കൊരു മീനിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നത് ഇങ്ങനെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം നമ്മൾ മീൻ മേടിച്ച് കൈയോടെ ക്ലീൻ ചെയ്ത് ഇതപ്പം ഞാൻ വരിഞ്ഞ് നമ്മൾ അതിലേക്ക് കായം തേക്കണം കേട്ടോ. കായം എന്നാണ് നമ്മളവിടെ മസാല തേക്കണേന്ന് പറയട്ടോ. അപ്പം അതിലേക്ക് കായം നമ്മളെങ്ങനെ റെഡിയാക്കാന്ന് വെച്ചാൽ, കുറച്ച് തോന വെളുത്തുള്ളിയും 2 തക്കാളി, പിന്നെ 5-6 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ പാടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അത് അങ്ങോട്ട് വരിഞ്ഞ് മീനിൻ്റെ മേലെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. അത് തേച്ച് ഞാൻ ഇപ്പം നല്ലോണം ഇങ്ങനെ തേച്ച് അതിൻ്റെ വരിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഈ മീനിൻ്റെ കായം നല്ലോണം ചെല്ലണം കേട്ടോ. അപ്പോഴാണ് മീൻ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഉപ്പും മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് അപ്പോൾ ഞാനത് നല്ലോണം ഇതാ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. ആർക്കൊക്കെയാണ് കരിമീൻ ഇവിടെ ഇഷ്ടമുള്ള ആൾക്കാർ? കുറേ ആൾക്കാർക്ക് കരിമീൻ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് കരിമീൻ ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ഉമ്മച്ചിക്ക് കരിമീൻ ഇഷ്ടമല്ല, പക്ഷേ ഞങ്ങളെല്ലാവരും കരിമീൻ്റെ ഫാനാണ് കേട്ടോ. അപ്പം ഇവനക്ക് ഭയങ്കര കൊതിയുന്നു കരിമീൻ തിന്നാൻ. അപ്പോൾ ഭാഗ്യത്തിനാട്ടോ കിട്ടിയത്. അപ്പോൾ അതാ ഞാൻ നല്ലോണം മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇനി അതിനെ ചട്ടിയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ചട്ടിയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളിതാ ഇനി അതിലേക്ക് ഓരോ മീനുകളായിട്ട് വെച്ച് കൊടുക്കട്ടോ. ഞാൻ അപ്പുറത്ത് 2 ചട്ടിയിലാക്കിയിട്ടാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത്. എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം അവനക്ക് കൊണ്ടുപോകാനുള്ള ബീഫും കൂടി റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് 2 ചട്ടി വെച്ചിട്ടാണ് നമ്മൾ മീൻ വറുത്തെടുത്തത് കേട്ടോ. അപ്പം മീൻ നന്നായിട്ടിങ്ങനെ നല്ല റെഡിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതൊരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ ആകെ 3 എണ്ണം കൊണ്ടത്, ആ ചട്ടിയിൽ ഒരു 4 എണ്ണം പോയിട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതാണ് വലുത് തോന്നും, പക്ഷെ ആ ചട്ടിയിലാണ് സ്പേസ് കൂടുതൽ. അപ്പോൾ ഇതാ മീനൊക്കെ റെഡി ആയിട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മീനിനെ മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പം നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ പൊരിക്കുക. വെളിച്ചെണ്ണയിൽ മീൻ വറുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മീനൊക്കെ ഇതാ അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് കൈ കൂടെ ചൂട്